ഏറ്റവും രസകരമായ മുഹൂർത്തങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വരും മണിക്കൂറിൽ അത് ആവേശം അതിന്റെ പരകോടിയിലെത്തും എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന താളം, ഇതാണ് പുലികളുടെ ഒരു താളം. ആ താളത്തിന് അനുസരിച്ചാണ് ഈ അരമണിക്കിലേക്ക് ഈ പുലികൾ ഇങ്ങനെ അടിവെച്ച് നീങ്ങുന്നത്. സാധാരണഗതിയിൽ ഈ പുലികളും പിന്നെ ഒരു വേട്ടക്കാരനും കാണും. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് വേട്ടക്കാരവിടെ ആരും കാണുന്നില്ല. പുലികൾ മാത്രമാണ് ഇപ്പോൾ നഗരം കീഴടക്കിയിരിക്കുന്നത്. അങ്ങനെ തൃശ്ശൂരിന്റെ ഒരു സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന, അല്ലെങ്കിൽ തൃശ്ശൂരിനെ നിറങ്ങളിൽ ആറാടിക്കുന്ന മറ്റൊരു സാംസ്കാരികോത്സവം എന്ന് പറയാം ഈ പുലികളിയെ. അത്തരത്തിൽ ഇത്തവണയും വളരെ മനോഹരമായി പുലികളി ഇവിടെ പുരോഗമിക്കുകയുമാണ്. നമുക്ക് ഹാഷ്മി താജ് ഇബ്രാഹിം, നമ്മുടെ തലപ്പൊക്കമുള്ള പുലിയാണ് ഹാഷ്മി താജ് ഇബ്രാഹിം. 24-ന്റെ ഹാഷ്മി, പുലികളി അതിങ്ങനെ കയറി അതിന്റെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഹാഷ്മി ഉള്ളത് എവിടെയാണ്? അവിടുത്തെ ഏറ്റവും വലിയ പുലി, ഹാഷ്മിയേക്കാൾ വലിയ പുലി ഉണ്ടോ? ഇല്ല, ഇവിടെ ഏറ്റവും പൊക്കമുള്ള പുലി അന്തനാണ്. എന്നേക്കാൾ പൊക്കമുള്ള പുലികളൊന്നും ഇവിടെ കണ്ടില്ല. പൊക്കമുള്ള പുലികളല്ല, ഇവിടെ വണ്ണമുള്ള പുലികളാണ്, നല്ല വയറുള്ള പുലികളാണ് ഇവിടുത്തെ അട്രാക്ഷനുള്ള പുലികൾ. അയ്യന്തോൾ ദേശത്തിന് ഒരു പുലി നേരത്തെ കടന്നു പോയിരുന്നു. നല്ല ലക്ഷണമൊത്ത നല്ല ഗംഭീരമായ കുടവേറാണ്. സാധാരണ ദിവസങ്ങൾ നമ്മൾ കുടവേറ എന്ന് വിളിച്ചാൽ അത് ബോഡി ഷേമിംഗ് ആണെങ്കിൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഈ ദിവസം കുടവേറ എന്ന് വിളിച്ചാൽ ഭയങ്കര വയറുള്ളവർ ക്രെഡിറ്റ്. അപ്പോൾ രണ്ട് ദേശങ്ങൾ ഇതുവഴി കടന്നു, നടുവിനാൽ ദേശം വഴി ഇവിടെ തേങ്ങ ഉടച്ചുകൊണ്ട് രണ്ട് ദേശങ്ങളുടെ പുലികൾ അങ്ങോട്ടേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് കടന്നുപോയി. മൂന്നാമത്തെ ദേശം വരാൻ പോകുന്നു, ചക്കാംകുളങ്ങര ദേശമാണ് ഇങ്ങോട്ട് വരുന്നത്. അവരുടെ ഫ്ലോട്ടുകൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. എന്തൊക്കെയാണ് സർപ്രൈസ് പുലികൾ എന്നുള്ളതാണ് ആകാംക്ഷ. പ്രജിൻ അയ്യന്തോൾ ദേശത്തിന് സർപ്രൈസ് ഇനിയും അവർ പൊട്ടിച്ചിട്ടില്ല. അവിടെ ഈ പറയുന്ന രീതിയിൽ ഒരു ഒലക്കയിലെ പുലി എന്ന് പറയുന്നുണ്ടെന്നല്ലാതെ ആ പുലി എന്താണ് എന്ന കാര്യം ഇതുവരെ നമുക്ക് അറിയില്ല, മനസ്സിലായിട്ടില്ല. അങ്ങനെ പരമാവധി സർപ്രൈസ് പുലികൾ കൂടുതൽ സർപ്രൈസ് പുലികൾ ഉണ്ടാവുന്ന വഴിയുണ്ട്. അയ്യന്തോളുണ്ട്, ഇനി കുറെ വരാൻ പോണതുണ്ട്. ഫസ്റ്റ് ടൈം ഇറങ്ങേണ്ടത് പുലിയാണ്. പുലി ഫസ്റ്റ് ടൈം ഇറങ്ങണവൻ. പേര് വിവേകോദയത്തിൽ പുലിയാണ് ഫസ്റ്റ് വൺ. ആദ്യം ഇറങ്ങുന്ന പുലിയാ കട്ടപ്പുലി. ഒരു കുഞ്ഞിപ്പുലി ഇരിക്കുന്നു. പേരെന്തോ? കുഞ്ഞിപ്പുലിയുടെ പേരെന്തോ? പുലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഏത് പുലിയാണ് ഇഷ്ടപ്പെട്ടെ? വലിയ വയറുള്ള പുലികളെ ഇഷ്ടമാണോ? ഓക്കെ. അപ്പം പ്രജിന്ത അടുത്ത ദേശത്തിൻ്റെ അയ്യന്തോൾ ദേശത്തെ ഫ്ലോട്ടാണ്. അയ്യന്തോൾ ദേശത്തെ ആദ്യ ഫ്ലോട്ട് അങ്ങോട്ട് കടന്നുപോയി. അത് നേരത്തെ പുലിമീൻ എന്ന് പറയുന്ന അവരുടെ സർപ്രൈസ് ഡാവുജി സുരേഷ് തയ്യാറാക്കിയ പുലിമീൻ എന്ന് പറയുന്ന അവരുടെ പുലിയുടെ മുഖവും മീനിൻ്റെ ഉടലുമുള്ള ഒരു വലിയ പുലിവണ്ടി കടന്നുപോയിരുന്നു. അതുറപ്പായും മീൻപുലി വണ്ടി, പുലിമീൻ വണ്ടിയോ മീൻപുലി വണ്ടിയോ അങ്ങനെ വണ്ടി അത് കടന്നുപോയി. അടുത്ത ഫ്ലോട്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പരിചയം ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഇവിടെ ഈ ഫ്ലോട്ടുകളിൽ ലഹരിക്കെതിരായ കാര്യമായ സന്ദേശം ഒട്ടുമിക്ക എല്ലാ ഫ്ലോട്ടുകളും നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യം വന്ന ശക്തകുളങ്ങര ദേശത്തെ ആദ്യ ഫ്ലോട്ട് തന്നെ ലഹരിക്കെതിരായ ഒരു സന്ദേശമുള്ള ഫ്ലോട്ടായിരുന്നു ആദ്യം വന്നത്. അതിനുശേഷം വന്ന ഇപ്പം നിശ്ചല ദൃശ്യങ്ങളിലൊക്കെ ഈ ലഹരിക്കെതിരായ സന്ദേശമുണ്ട്. അത് നമുക്ക് നൽകുന്ന സന്തോഷം അത് ചെറിയ സന്തോഷമാണ്. ചേട്ടാ, ഇനി വരാനുള്ളത് ഏതൊക്കെയാ? എന്തൊക്കെയൊന്നും പറയാനില്ല, സംഭവം നല്ല പരിപാടിയാണ്. ഇപ്പോൾ കയറി കൊളുത്തും പൊളിച്ചു അല്ലേ? പിന്നെ പൊളി വെറും പൊളി ഫാൻ പോയണ്ട. പേരെന്തോ? ഹാസിഫ്. നാടോടാ? കൊടുങ്ങല്ലൂര്. ഓക്കെ. ഇവിടെ സർപ്രൈസ് പുലിയൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. എന്തോ സർപ്രൈസ് പുലിയൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. സർപ്രൈസ് പുലി ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. നാടോടാ? ഇല്ലില്ല. സംഭവം പുളി തന്നെ അല്ലേ? പൊളി കാണാനുണ്ട് ഇത്തവണ. പിന്നെ ന്യൂസിൽ കാണാണ്ട് അടിച്ചു പാലക്കാട് സംഭവം കാണാനുണ്ടല്ലേ? പാലക്കാട് ഇവിടെ വന്നാൽ കാണാനുണ്ട്. ഉസാർ അപ്പോൾ എന്താണ് കഴിഞ്ഞ തവണ അവിടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു സങ്കടത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു. അന്നും ഈ പുലികളി ഒരു കേവലം ആചാരം എന്നുള്ളത് നടന്നുപോയി എന്നതിനപ്പുറം അതിന് പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടായത് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഇക്കുറി അങ്ങനല്ല. ഇക്കുറി അതിന് സമഗ്രാർത്ഥത്തിൽ ഇഷ്ടംപോലെ പണമൊക്കെ ചിലവാക്കി. അതിന് ഫണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കേന്ദ്ര സംസ്ഥാന കോർപ്പറേഷൻ ഫണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫണ്ടുകളൊക്കെ ചിലവാക്കി ഇറങ്ങുന്ന നല്ല പ്രൗഢിയുള്ള നല്ല പ്രൗഢമായ ഒരു പുലികൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ദേശം ഇതുവഴി കടന്നുപോയി. ഇതുവഴിയുള്ള പ്രധാനപ്പെട്ട 4-5 ദേശങ്ങൾ ഈ നടുവിനാൽ വഴിയാണ് സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുക. പല വഴികൾ കൂടിയാണ് സ്വരാജ് റൗണ്ട് കടക്കുക. ഇതുവഴിയുള്ള പ്രധാനപ്പെട്ട 4-5 ദേശങ്ങളിൽ 2 ദേശങ്ങൾ മാത്രമാണ് കടന്നുപോയത്. ഇനിയിപ്പോൾ ചക്കാമുക്ക് ദേശം അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നുണ്ട്. അവരുടെയും ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെയാണ് അവരുടെ സർപ്രൈസുകൾ കാത്തിരുന്ന് കാണണം. ഒരു ട്രാൻസ്പെറൻറ്റ് കൂടാ അയ്യന്തോൾ ദേശത്തിന് പറഞ്ഞിരുന്നത് ട്രാൻസ്പെറൻറ്റ് കൂടെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ പുലിമുഖം ആലേഖനം ചെയ്ത ട്രാൻസ്പെറൻറ്റ് കൂടാ ഇവിടെ തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ
പൂരത്തിൻ്റെ കുടമാറ്റം കണക്കെ ഒരു ട്രാൻസ്പെറൻറ്റ് കൂടാ. പക്ഷേ യഥാർത്ഥത്തിൽ ആ പുലിയുടെ കാര്യം ഇന്നലെ തന്നെ അയ്യന്തോൾ ദേശം പറഞ്ഞിരുന്നതാണ്. അപ്പോൾ യഥാർത്ഥ സർപ്രൈസ് അതൊന്നുമല്ല. അവർ പറയുന്ന കേട്ടാൽ ഞെട്ടിപ്പോകുന്ന നമ്മൾ തരിച്ചിരുന്നു പോകുന്നെന്തോ സർപ്രൈസുകൾ അണിയറയിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഇതുവരെ അത് അനാവൃതമാക്കിയിട്ടില്ല. കൃത്യം അത് ജഡ്ജസിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം അവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുമുണ്ട് ആ പുലികൾ ഇതുവഴി എന്തായാലും വന്നിട്ടില്ല. അത് ജഡ്ജസിൽ അവതരിപ്പിക്കാൻ മാത്രമാണ് ആ പുലികൾ അവിടെ ഉണ്ടാവുക. അപ്പം അങ്ങനെ പലതരത്തിലുള്ള സർപ്രൈസ് ഓരോ വർഷവും അയ്യന്തോളും ഈ പറയുന്ന ഒക്കെ അങ്ങനെ സർപ്രൈസ് ഇറക്കാറുണ്ട്. സർപ്രൈസുകൾക്ക് നടുവിൽ ഇപ്പോൾ അവിടെ ചക്കാമുക്ക് അത് അങ്ങ് ദൂരെ നമുക്ക് ഇവിടെ നോക്കിയാൽ ചക്കാമുക്ക് ദേശത്തിൻ്റെ പുലികൾ അവിടെ തയ്യാറായി വരുന്നു, ഫ്ലോട്ടുകൾ തയ്യാറായി വരുന്നു. അങ്ങ് ദൂരെ നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ ഇക്കുറി 9 ദേശങ്ങൾ പോയ തവണ 7 ദേശങ്ങളാണെങ്കിൽ ഇക്കുറി 9 ദേശങ്ങൾ. പറയട്ടാ ഇഷ്ടപ്പെട്ട പുലി ഇഷ്ടപ്പെട്ട ഏത് പുലി ഇഷ്ടപ്പെട്ടെ? മഞ്ഞപ്പുലിയാണ് ഇഷ്ടപ്പെട്ടത്. താങ്ക് യു. വാർത്ത ഒന്ന് കാണാറുണ്ടോ? താങ്ക് യു വാർത്ത ഇനി കാണണേ. 24 തന്നെ കാണണം കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.